ഹലോ ഗായ്സ്, ഇപ്പം നമ്മൾ പോകുന്നത് തുടരും സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലുള്ളത്. ഈ കാണുന്ന എമർജൻസി എന്ന് എഴുതിയ ബോർഡ് കണ്ടോ, ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ. സാധാരണ ഇങ്ങോട്ട് വരുമ്പോൾ ഈ എമർജൻസി എന്നുള്ള ബോർഡ് കാണുമ്പോൾ തന്നെ മൈൻഡിൽ വേറെന്തോ വരും. പക്ഷേ ഇപ്പം ഞാൻ ആ എമർജൻസിയുടെ ഫ്രണ്ടിൽ കൂടെ സിനിമയ്ക്കാണ് പോകുന്നത്, ഡ്യൂട്ടിക്കല്ല എന്നൊരു ബോധം എനിക്കുള്ളത് കാരണം എൻ്റെ ഫേസിൽ ആ സന്തോഷം കാണാനുണ്ട് ഗൈസ്. നമ്മൾ പോയി ഏകദേശം 8:45 മൂവിയെങ്കിലും നമ്മൾ അവിടെ റീച്ചായത് 8:54. നല്ല ട്രാഫിക്കായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഓടിയാണ് പെട്ടെന്ന് നമ്മൾ അവിടെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നത് ഗൈസ്. ഓടിപ്പോയി കയറുക. പക്ഷേ നമ്മൾ ചെന്നത് കറക്റ്റ് ടൈമിലായിരുന്നു ഗൈസ്. മൂവി അങ്ങനെ തുടങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു, ആട് മാത്രം പൊയ്ക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ ചെന്നു. നമ്മൾ സൂപ്പറായിട്ട് പടം കണ്ട് ഇറങ്ങി ഗൈസ്. അടിപൊളി പടം കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് മോഹൻലാലിനെയൊക്കെ കാണുമ്പോൾ ഉള്ള ആ ഒരു രോമാഞ്ചം വന്നു പോയി ഗൈസ്. എന്തൊരഭിനയം, കൊള്ളായിരുന്നു കേട്ടോ. അടിപൊളി മൂവിയാണ്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം കേട്ടോ. പടം എങ്ങനെ ഉണ്ടായിരുന്നു റിസോ? അഭിപ്രായം പറ. പടം അടിപൊളി, സൂപ്പർ. രണ്ടാമത്തെ തവണയാണ് കാണാൻ വരുന്നത് റിസോ? ഞാൻ രണ്ടാമത്തെ തവണയാണ്. അപ്പോൾ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഹെഡ്സെറ്റ് വെച്ച് കേട്ടോണ്ടിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ലൈക്ഡ് മ്യൂസിക്സിൽ കുറച്ച് പാട്ടുകളാണ് കേട്ടോ. അത് കേട്ട് ആസ്വദിച്ച് ഞാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് റിസോ എടുത്ത ഫോട്ടോയാണ് കേട്ടോ. അപ്പം നമ്മളങ്ങനെ സിനിമയൊക്കെ കണ്ട് തിരിച്ച് റൂമിൽ വന്നിട്ടുണ്ട് ഗൈസ്. ഇത് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ ഒരു പൂച്ച വന്ന് നിൽക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ പേർഷ്യൻ ക്യാറ്റില്ലേ, ആ ക്യാറ്റാണ് ഈ നിൽക്കുന്നത്. ആർക്കും വേണ്ടാതെ നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ, ബായ്.